പുറത്ത് നടക്കുന്നൊരു കാര്യം സംസാരിക്കുന്ന വ്യത്യാസമാണ്. ഇപ്പോൾ അനീഷിൻ്റെ ഫാമിലിയെ പറ്റി ചോദിച്ചു ജിഷിൻ. ഇതേ ജിഷിൻ ഡിവോഴ്സായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ലക്ഷ്മി ഡിവോഴ്സാണ്. അതൊക്കെ അതെ, അതൊന്നും പാടില്ല. ഒന്നും കാരണം പുറത്ത് ജീവിതം അല്ലല്ലോ ബിഗ് ബോസ് ഹൗസിനകത്ത് ഷോ. അപ്പോൾ അതായത് ഞാൻ അകത്തു പോയാൽ ഇവരോട് ആരോടെങ്കിലും സംസാരിക്കാൻ ബിഗ് ബോസ് എന്നെ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇൻഡയറക്റ്റായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ തള്ളിപ്പറയുന്ന ഒരാൾ, ഭാര്യ ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ബിഗ് ബോസിനകത്തേക്ക് വരികയും നമ്മളെ തിരിച്ചറിയുകയും ചെയ്തതിന് ശേഷം നമ്മളെ ഇന്നലകളിൽ കളഞ്ഞിട്ട് പോയ ഒരാൾക്കൊരു കുറ്റബോധം തോന്നിയാൽ നമ്മൾ സക്സസ് ആയി എന്നാണ് അർത്ഥം. നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വരികയും ഇന്നലെ വരെ നമ്മളെ തള്ളിപ്പറഞ്ഞിട്ട് പോയ ഒരാൾ അയാളോട് വലിയ സ്നേഹം പ്രേക്ഷകർക്ക് തോന്നുകയും ചെയ്യുകയും ഇവനെ കളഞ്ഞിട്ട് പോയത് നിൻ്റെ മഹാഭാഗ്യമാണ് എന്ന് ആൾക്കാർ പറയുകയും ചെയ്താൽ അത് പരാജയമാണ്. ഇപ്പോൾ ലക്ഷ്മിയെ ഉപേക്ഷിച്ചു പോയ ഭർത്താവിനോട് പ്രേക്ഷകർക്ക് സ്നേഹം തോന്നിയാൽ ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിലൊരു പരാജയമാണ്. അനീഷിനെ ഉപേക്ഷിച്ചു പോയ ഭാര്യയോട് ജനങ്ങൾ പറയുകയാണ്, ഇടി നീ കാണിച്ചതൊരു വലിയ മണ്ടത്തരമല്ലേ, അയാളൊരു നല്ല മനുഷ്യനായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് അനീഷിൻ്റെ സക്സസ് ആണ്.